നമസ്കാരം. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ നേരിടുന്ന അതിക്രമണങ്ങൾക്ക് ഒരറുതിയും ഇല്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ. സനാതന ധർമ്മത്തെ തകർക്കാനുള്ള എല്ലാവിധ സംഭവങ്ങളും ബംഗ്ലാദേശിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. ബംഗ്ലാദേശിൽ ഓഗസ്റ്റ് മുതൽ 152 ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായെന്ന് കേന്ദ്ര സർക്കാർ ഇതിനോടകം അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴിതാ ബംഗ്ലാദേശിൽ ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് നേർക്ക് വീണ്ടും ജിഹാദികളുടെ ആക്രമണമുണ്ടായി. ആരോ ക്ഷേത്രത്തിന് പുറത്തുനിന്ന് ബോംബെറിഞ്ഞ് വിഗ്രഹം തകർത്തു. എല്ലാ ഞായറാഴ്ച രാവിലെയും ഞാൻ അവിടെ ആരാധന നടത്താൻ പോകും. മാർച്ച് 2-ന് ഞാൻ ആ ക്ഷേത്രത്തിൽ പോയപ്പോൾ വിഗ്രഹം തകർന്നതായി കണ്ടു. ഇക്കാര്യം ഭരണകൂടത്തെ അറിയിച്ചിട്ടുണ്ടെന്ന് ക്ഷേത്രത്തിന്റെ പരിപാലകനായ ജതിൻ കുമാർ കർമ്മകർ പറഞ്ഞു. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പക്വാസിപൂർ സബ് ഡിസ്ട്രിക്ട് എക്സിക്യൂട്ടീവ് ഓഫീസർ ദിവാൻ അക്വൽ മൽഹബ്, ക്വാസിപൂർ പോലീസ് സ്റ്റേഷൻ ഓഫീസിൽ നൂറി അലം എന്നിവർ സ്ഥലം സന്ദർശിച്ചു. സംഭവ സ്ഥലം പരിശോധിച്ചതായി നൂറി അലം പറഞ്ഞു. രാത്രിയിലാണ് ക്ഷേത്രത്തിന് നേർക്ക് ആക്രമണം ഉണ്ടായതെന്നും നാശനഷ്ടങ്ങൾ സംഭവിച്ചെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇതിൽ ഉൾപ്പെട്ടവരെ തിരിച്ചറിയാൻ അന്വേഷണം നടക്കുന്നുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി. അതേസമയം അടുത്തിടെ സോളാഹതി ദുർഗ മന്ദിർ ഉപരോധിച്ച തീവ്രവാദികൾ സരസ്വതി ദേവിയുടെ 2 വിഗ്രഹങ്ങൾ നശിപ്പിച്ചെന്നൊരു വാർത്ത പുറത്തു വന്നിരുന്നു. ക്ഷേത്രത്തിലെത്തിയ തീവ്രവാദികളായിരുന്നു ഈ ആക്രമണവും നടത്തിയത്. തുടർന്ന് അവർ ഹിന്ദു ദേവതകളുടെ വിഗ്രഹങ്ങൾ നശിപ്പിക്കുകയും സംഭവ സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഇന്ത്യയോട് രമ്യപ്പെടാൻ യൂനിസ് സർക്കാർ ചില നീക്കങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഇതും ഈ സാഹചര്യത്തിൽ ശ്രദ്ധേയമായ കാര്യമാണ്. കാരണം ബംഗ്ലാദേശിൽ അരങ്ങൊഴിയാതെ ഹിന്ദുക്കളോടുള്ള ക്രൂരതകൾ വർദ്ധിക്കുമ്പോൾ ഒരു ചെറു വിരൽ അനക്കാൻ പോലും യൂനിസ് സർക്കാർ ശ്രമിക്കുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ഇന്ത്യയോട് അനുനയിക്കാൻ യൂനിസ് കാണിക്കുന്ന താല്പര്യം എത്രമാത്രം വിജയിക്കുമെന്നത് ഇനി കണ്ടു തന്നെ അറിയണം. ബംഗ്ലാദേശിനും ഇന്ത്യക്കും ഇടയിലുള്ള തെറ്റിദ്ധാരണകൾ നീക്കുന്നതിനും 2 അയൽക്കാർക്കിടയിലുള്ള സഹകരണം പുനഃസ്ഥാപിക്കുന്നതിനും ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്ന് യൂനിസ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതേസമയം ഷെയ്ഖ് ഹസീന സർക്കാരിന്റെ അട്ടിമറിക്ക് ശേഷം അയൽ രാജ്യമായ ബംഗ്ലാദേശിന്റെയും ഇന്ത്യയുമായുള്ള ബന്ധം പിരിമുറുക്കത്തിലാണ്. ബംഗ്ലാദേശിൽ അധികാരത്തിലുള്ള ഇടക്കാല സർക്കാരിന്റെ നേതാക്കൾ ഇന്ത്യയെക്കുറിച്ച് തുടർച്ചയായി വിവാദപരമായ പ്രസ്താവനകൾ നടത്തിവരികയാണ്. ഇതിനൊക്കെയിടയിലാണ് ബംഗ്ലാദേശിൽ ഹിന്ദുക്കളും വേട്ടയാടുന്നത്. ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ പൗരന്മാരുടെയും ജീവിതത്തിന്റെ സംരക്ഷണത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും പ്രാഥമിക ഉത്തരവാദിത്തം ബംഗ്ലാദേശ് സർക്കാരിനാണ്. അത് സംരക്ഷിക്കാതെ സർക്കാർ തികച്ചും പരാജയം എന്നുള്ളതാണ് ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ TV.